ഒരേ വേദിയിൽ എനിക്ക് എന്റെ 2 ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആദ്യമായിട്ടാണ് ഈ ഫ്ലോറില് ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു അകലം വന്നത്. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ. എല്ലാവർക്കും കേറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. അവിടെ വെച്ച് ഞാൻ കണ്ടതാ. സാധാരണ ഇങ്ങനെയാണ്. ഇപ്പൊ ഫുൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബിക്കോസ് ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വം ഒക്കെ ഉള്ള ആളാണ്. പിടിച്ച് മാറ്റി നിർത്തിയേ. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. വീണടുത്ത് കിടന്ന് ഉരുളരുത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. ഇവിടെ 8 എപ്പിസോഡ് ഞങ്ങൾ കണ്ടത് വെച്ചാല് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? വീട്ടില് ഇവിടെ അവിടെ ഒന്നുമില്ല. ഞാൻ എവിടെ പോയാലും I'll be like that. അർഹതപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല, ഞാൻ ചോദിച്ചത് അപ്പുറത്താ. നീ എന്തിനാ കോൺഷ്യസ് ആവുന്നത്? അങ്ങനെ തന്നെ. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ബഷീറെ, ഈ ബാലൻസിങ് വേണ്ട, കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ തരാവും. തുറന്ന് ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. നീ 2 വിവാഹം കഴിച്ചു. ഇതിലേതെങ്കിലും ഒരു ഭാര്യയോ അവർ 2 പേരോട് പറയുക അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം. നീ സമ്മതിക്കൂ? നീ ആരാണ് ഇവനെ കുറിച്ച് പറയാനായിട്ട്? ഇല്ല, നമുക്ക് കാണേയില്ല. ബിക്കോസ് he is such a handsome and caring husband. I never get such. മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഈ പുളി ഇക്കോളാണ് എലികളുടെ നടുവിലൊക്കെ നമ്മൾ പോലെ. എന്താണ് ബ്രോ? അവർ ആരെന്ന് വെച്ചേ? അവർ ഭയങ്കരമാനാണടാ. പുലിയുള്ളപ്പോ പിന്നെ എന്തിനാണ് എലികളുടെ ഒപ്പം പോകുന്നതെന്നാണ് പറയണത്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ. ആൻസമാണ്. അപ്പൊ നിങ്ങൾ എവിടെയും പോവില്ല എന്ന് ഉറപ്പിച്ചു. അവൻ ഇനി വീണ്ടും പോവില്ല. നിങ്ങൾക്ക് എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരറിയാണ്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഭാര്യന്റെ ഒപ്പം വന്ന് കെട്ടിപ്പിടി വാ മോളെ കിടക്ക് ഉറങ്ങണ്ട അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. പറയുന്നുണ്ട്. ഞാൻ ആ സീസ് എടുത്തിട്ടില്ല. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ബഷീറെ, ഒരു ഫോട്ടോ ഇറണേ അളിയാ കേട്ടോ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ. ഇവിടെ അളിയ ഒരു ഫോട്ടോ ഇറണേ. വീട്ടിൽ തൂക്കാൻ. ഫോട്ടോല്ലേ? മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഇടയ്ക്ക് വെക്കാൻ ആക്കിയതാണല്ലേ? ഞാൻ ഊഹിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.